ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 19-ാം സങ്കീർത്തനം 2-ാം വാക്യം. പകൽ പകലിന് വാക്ക് വഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. പകലിനും രാത്രിക്കും അതതിൻ്റെ ദൂത് നൽകുവാനുണ്ട്. ഊർജ്ജസ്വലത, ഔദാര്യം എന്നിവയെക്കുറിച്ച് പകൽ സംസാരിക്കുമ്പോൾ നിഗൂഢത, പ്രശാന്തത എന്നിവയെക്കുറിച്ച് രാത്രി സംസാരിക്കുന്നു. എന്നാൽ ആ ദൂത് ഭാഷണവും വാക്കുകളും ശബ്ദങ്ങളുമുള്ള സംസാര ഭാഷയല്ലാത്തതുകൊണ്ട് ഗ്രഹണശക്തിയുള്ള മനുഷ്യഹൃദയങ്ങളിൽ അത് പതിയുന്നു. കർത്താവിൻ്റെ ജനനത്തിങ്കൽ വാനനിരീക്ഷകർ ബേത്ലഹേമിൽ പിറന്ന ശിശുവിനെക്കുറിച്ച് അറിഞ്ഞതും ശിശുവിനെ പോയി കാണുവാൻ കഴിഞ്ഞതും വാന നിരീക്ഷണവും താരഗണിതവും മൂലമായിരുന്നു. ഇതാണ് ക്രൈസ്തവ പാരമ്പര്യം. സൂര്യൻ ദൈവത്തിൻ്റെ മഹത്വത്തെ സാക്ഷീകരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, കിഴക്കുദിച്ച നക്ഷത്രം ദൈവപുത്രൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നുവെന്ന് സുവിശേഷത്തിൽ പ്രഖ്യാപിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഓരോ പകലിനും ദൈവത്തിൻ്റെ ശക്തി, ജ്ഞാനം ഇവയെക്കുറിച്ച് പറയുവാനുണ്ടാവും. ഇത് തിരിച്ചറിഞ്ഞ് ദിനം പ്രതി ദൈവമഹത്വം വർണ്ണിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദിനം പ്രതി നിൻ്റെ സൃഷ്ടികളിലൂടെ നിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.